വിജയകരമായി മുന്നേറുന്ന സുപ്രഭാതത്തിൻ്റെ കരിയർ ക്ലിനിക്ക് അതിൻ്റെ 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ 8 സ്ഥലങ്ങളിൽ സുപ്രഭാതം കരിയർ ക്ലിനിക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു. കോട്ടക്കലിൽ നിന്ന് തുടങ്ങി തിരൂര്, എടപ്പാട്, താമരശ്ശേരി, കുന്നമംഗലം, കാസർഗോഡ്, കുറ്റ്യാടി, വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇതുവരെ പ്രോഗ്രാം നടന്നത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മഞ്ചേരി, പെരിന്തൽമണ്ണ, കൊണ്ടോട്ടി എന്നീ സ്ഥലങ്ങളിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊണ്ടോട്ടിയിലാണ്. കൊണ്ടോട്ടിയിലും നേരത്തെ തന്നെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ ആരംഭിച്ചു. ഇവിടുത്തെ കരിയർ ഗൈഡൻസ് ക്ലാസ് ഉൾപ്പെടെയുള്ളവ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ നടക്കും, മറുഭാഗത്ത് നമ്മുടെ സ്റ്റോളുകളൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. വലിയ പങ്കാളിത്തം തന്നെ നമ്മുടെ കുട്ടികൾക്കിടയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളുടെ വലിയ സപ്പോർട്ട്. ഇത് കരിയർ ക്ലിനിക്കുകളായിട്ടാണ്. ആദ്യം ഇവിടെ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കും. ഈ ക്ലാസ് നടന്ന് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ചാളുകൾ വീതം തൊട്ടപ്പുറത്ത് തന്നെയുള്ള കൗണ്ടറുകൾ, ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൗണ്ടറുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കൗണ്ടറുകളിലെത്തി അവർക്ക് അവരുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ദൂരീകരിക്കാം. ആ തരത്തിലാണ് നമ്മുടെ കരിയർ ക്ലിനിക്ക് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയും ദിവസം നമ്മുടെ കരിയർ ക്ലിനിക്കുകൾ വിവിധ ജില്ലകളിലൂടെ വിവിധ കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ എന്താണ് സംഘാടകരായിട്ടുള്ള സുപ്രഭാതത്തിൻ്റെ ടീമിൻ്റെ ഒരു കോൺഫിഡൻസ്, അതോടൊപ്പം തന്നെ അവരുടെ ഒരു ഹാപ്പിനെസ് എന്താണ് എന്ന് നമ്മൾ ആദ്യം നമ്മുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ വി അസ്ലം സാർ നമ്മുടെ കൂടെയുണ്ട്. നമ്മളിപ്പോൾ 8 പോയിന്റ് കഴിഞ്ഞു. നമ്മൾ ഇന്ന് 9, 10, 11 പോയിന്റുകൾ ഇന്ന് കവർ ചെയ്യണം. നമ്മളിപ്പോൾ കൊണ്ടോട്ടിയിൽ നിൽക്കുകയാണ്. ഇപ്പം നിറഞ്ഞ സദസ്സ്, നിറഞ്ഞ ഓഡിയൻസ്, കുട്ടികൾ, ഈ ഒരു താല്പര്യം, നമ്മുടെ ഒരു എഫേർട്ട്, നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ ഒരു കാരണം, സക്സസ് ആയതിൻ്റെ ഒരു സന്തോഷം, നമ്മളെങ്ങനെയാണ് അത് പൊതുസമൂഹത്തോട് പങ്കുവെക്കുന്നത്? സുപ്രഭാതം ദിനപത്രം, നിങ്ങൾക്കറിയാം, പത്രം എന്നുള്ള നിലക്ക് പത്രധർമ്മം ചെയ്യുന്നുണ്ട്. നമ്മളെ പത്രത്തിൻ്റെ ഉത്ഭവത്തിൽ നമ്മളോട് നമ്മുടെ പൂർവികർ പറഞ്ഞത്, പത്രം എന്നുള്ള നിലക്ക് നമ്മൾ സമൂഹ സേവനം എന്നുള്ള നിലക്ക് നമ്മൾ വിദ്യാഭ്യാസത്തിന് നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം, നമ്മളെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ആശയത്തോട് കൂടിയിട്ടാണ് സുപ്രഭാതം എജു എക്സ്പോ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത്. പക്ഷേ എക്സ്പോയിലെക്കാട്ടിയും കൂടുതലായിട്ട് കുട്ടികൾക്ക് വേണ്ടത് എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, എങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തണം. സാധാരണഗതിയിൽ നമ്മൾ എക്സ്പോ ഒക്കെ നടത്തിയത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകളായിരുന്നു. പ്ലസ് ഇതും നടന്നിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ നാനോ സമയത്തിൻ്റെ ആളുകളാണ്. സമയമാണല്ലോ, റീൽസ് പോലും 10 സെക്കൻഡ് കാണുന്ന കാലം. ഇപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ക്ലാസ്സുകളല്ല, മറിച്ച് അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക, അല്ലേ? യെസ്, അതാണ് നമ്മളെ കൺസെപ്റ്റ് നമ്മൾ ഇപ്രാവശ്യം എത്തിച്ചിരിക്കുന്നത്. അതായത് ഓരോ കുട്ടിക്കും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും അതേമാതിരി സുപ്രഭാതത്തിൻ്റെ എക്സ്പേർട്ടുകൾ, കരിയർ ക്ലിനിക്ക് നടത്തിയ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളോട് അവരോട് നമുക്ക് നമ്മളെ സംശയങ്ങൾ ചോദിക്കാം. എങ്ങനെ നമുക്ക് നമ്മളെ ലക്ഷ്യത്തിലെത്തിച്ചേരാം എന്നുള്ള സംശയങ്ങൾ നമ്മൾക്ക് അവസരങ്ങൾ കൊടുക്കുക കുട്ടികൾക്ക്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത്, ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്യും, 10ാം ക്ലാസ് കഴിഞ്ഞ് ഇനി +2 കഴിഞ്ഞ് ഒരു ഡോക്ടർ ആവണമെങ്കിൽ, MBA എടുക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ എൻട്രൻസുകൾ എഴുതണം എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ പുതിയ കുട്ടികൾക്കെങ്കിലും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആശയമായിട്ട് വന്നത്. മാഷാ അല്ലാഹ്, അടിപൊളി പരിപാടിയായിട്ടാണ് നമ്മൾ പോകുന്നത്. 11ാമത്തെ പരിപാടിയാണിത്. ഇനി 4 പരിപാടിയും കൂടിയുണ്ട്. കേരളത്തിൽ തന്നെ 15 കരിയർ ക്ലിനിക്കുകൾ എക്സ്പോയിൽ നടത്തുന്ന ഒരേ ഒരു പത്രം സുപ്രഭാതമാണ്. ഇൻഷാ അല്ലാഹ്. താങ്ക് യു. സുഹേൽ താരം നമ്മുടെ HR മാനേജർ കൂടി ചേരുകയാണ്. ഇത് സുപ്രഭാതത്തിനെ സംബന്ധിച്ചിടത്തോളം ഡിജൻ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക എന്നുള്ള ഒരു സാമൂഹിക സേവനം കൂടിയുണ്ട്. അപ്പോൾ ഈ കരിയർ ക്ലിനിക്കുകളാകുമ്പോൾ കൂടുതലും കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ അവരുടെ ഭാവിയിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ മലപ്പുറത്ത് ഇന്ന് സമാപനമാണ്. മലപ്പുറത്ത് 6 സെൻറ്ററുകളാണ്. മലപ്പുറം ബ്യൂറോ ചീഫ് അഷ്റഫ് കൊണ്ടോട്ടി. മലപ്പുറത്ത് 6 സെൻറ്ററുകളേ ഉള്ളൂ. പക്ഷെ നമുക്കിപ്പോൾ ഈ 6 സെൻറ്ററുകളിൽ നടക്കുന്ന ആളുകളുടെ ഒരു തിരക്ക് കാണുമ്പോൾ ഇനി അത് എല്ലാ മണ്ഡലങ്ങളിലും ഓരോ ദിവസം ഒരു പരിപാടിക്ക് നിലക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഈ കൊണ്ടോട്ടിയിലൊക്കെ കാണുന്ന തിരക്ക് കാണുമ്പോൾ എല്ലാവർക്കും
ഒരുപാട് ഒരു മണ്ഡലം 16 മണ്ഡലമാണ് മലപ്പുറത്തുള്ളത്. അപ്പോൾ ഓരോ മണ്ഡലത്തിലും ഈ പ്രോഗ്രാം വെക്കണം തന്നെയാണ്. ഇനി അടുത്ത വർഷം നമുക്കതിന് സാധ്യമാക്കണം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം അത്രയും ആളുകൾ അല്ലെങ്കിൽ രക്ഷിതാക്കളും ഒപ്പം കുട്ടികളും പുറമെ രക്ഷിതാക്കളും കൂടിയാണ് ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്കുണ്ടാവുന്ന സംശയങ്ങളും കൂടി നമുക്കിതിൽ തീർക്കാൻ പറ്റും. കുട്ടി എന്താണോ പറയുന്നത് അതിൻ്റെ ഭാവി എന്താണ്, അത് അവിടെ കരിയർ കാര്യങ്ങൾ പിന്നെ അവർ പറയുന്നു. നല്ല നല്ല ക്ലാസ്സുകൾ, അത് വേറിട്ടൊരു സംഭവമാണ്.